പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് സിപിഐയുടെ പ്രകടന പത്രിക. ഇഡി, സിബിഐ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെ പാർലമെന്റിന്റെ കീഴിൽ ആക്കുമെന്നും സിപിഐയുടെ പ്രകടന പത്രിക. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, സിപിഐഎമ്മിന്റെ പ്രകടന പത്രികയോട് ചേർന്ന് നിൽക്കുന്ന പ്രകടന പത്രിക തന്നെയാണ് സിപിഐയുടേതും. വിവരങ്ങൾ എന്തെല്ലാം? ദിലിമ, തീർച്ചയായിട്ടും സിപിഐഎമ്മിന്റെയോട് തന്നെ ചേർന്ന് നിൽക്കുന്ന പ്രകടന പത്രികയാണ് സിപിഐഎം പുറത്തിറക്കിയിരിക്കുന്നത്. അല്പം മുന്നെയാണ് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഈ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് റദ്ദാക്കും എന്നതാണ്. അതോടൊപ്പം തന്നെ കരിനിയമങ്ങളായിട്ടുള്ള UAPA അത്തരത്തിലുള്ള നിയമങ്ങൾ പിൻവലിക്കുമെന്നും ഇന്ന് പ്രകടന പത്രികയിൽ CPI വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ ജമ്മു കാശ്മീർ, പുതുച്ചേരി, ദില്ലി ഈ മൂന്ന് ഇടത്തും പൂർണ്ണ സംസ്ഥാന പദവി നൽകുമെന്നും ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിക്കൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടത്തുമെന്നുമുള്ള വാഗ്ദാനവും പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിനു പുറമെ മറ്റ് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സ്ത്രീ സുരക്ഷ, വിദ്യാഭ്യാസ മേഖലയിൽ സംവരണം, സ്ത്രീകൾക്ക് സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ CPIയുടെ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകും. ദുരഭിമാന കൊല തടയാൻ നിയമനിർമ്മാണം നടത്തും. സച്ചർ കമ്മിറ്റി, രംഗനാഥ മിശ്ര കമ്മിറ്റി റിപ്പോർട്ടുകൾ നടപ്പിലാക്കും. കരാർ നിയമനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ CPI പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ എൻഫോഴ്സ്മെന്റ്, CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പാർലമെന്റിന്റെ കീഴിൽ കൊണ്ടുവരും എന്നൊരു കാര്യം കൂടി, അല്ലെങ്കിൽ അത്തരമൊരു വാഗ്ദാനം CPI മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മെയ് 1 തൊഴിലാളി ദിനമായതുകൊണ്ട് തന്നെ ശമ്പളത്തോടു കൂടിയുള്ള അവധി നൽകുമെന്നതാണ് CPI മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു വാഗ്ദാനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന രീതിയിൽ മാറ്റം വരുത്തും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കും. നീതി ആയോഗ് റദ്ദാക്കി പ്ലാനിംഗ് കമ്മീഷൻ പുനഃസ്ഥാപിക്കും തുടങ്ങിയ കാര്യങ്ങളും CPIയുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകുന്നുണ്ട്. നീലിമ, CPIയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങിയിരിക്കുകയാണ്. വിവരങ്ങളാണ് വിഷ്ണു തലവൂർ പങ്കുവച്ചത്.